പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും വിചാരിച്ചത്ര മുന്നേറാൻ കഴിയാത്ത അവസ്ഥകളുണ്ടാകാറില്ലേ? സാമ്പത്തികമായി എപ്പോഴും ഒരു ഞെരുക്കം, കുടുംബത്തിൽ അകാരണമായ വഴക്കുകൾ, അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് എപ്പോഴും തടസ്സങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചുകൂട്ടാറുണ്ട്. എന്നാൽ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ വീടിന്റെ ഒരു പ്രത്യേക കോണിലിരിക്കുന്ന ചില നിസ്സാര വസ്തുക്കളാണ് നമ്മുടെ ഈ സങ്കടങ്ങൾക്കെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നമ്മുടെ വീടിന്റെ തെക്കുഭാഗത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ വലിയൊരു ശക്തിയുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വാസ്തുശാസ്ത്രപ്രകാരം നിങ്ങളുടെ വീടിന്റെ തെക്കുഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, എന്നാൽ പലരുടെയും വീടുകളിൽ അറിയാതെ വന്നുപോകാറുള്ള 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യവും ഐശ്വര്യവും തടഞ്ഞു നിർത്തുന്ന ആ രഹസ്യം ഒരുപക്ഷെ ഈ വാക്കുകളിലുണ്ടാകാം. അതുകൊണ്ട് ഒട്ടും മടുപ്പ് തോന്നാത്ത രീതിയിൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്കായി ഈ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ വീട് എന്നത് വെറുമൊരു മണ്ണും തൂണും മേൽക്കൂരയും മാത്രമല്ല, അതൊരു ജീവനുള്ള ഇടമാണ്. പ്രപഞ്ചത്തിലുള്ള സകല ഊർജവും നമ്മുടെ വീടുകളിലേക്കും പ്രവഹിക്കുന്നുണ്ട്. വാസ്തുശാസ്ത്രപ്രകാരം ഈ പ്രപഞ്ച ഊർജത്തെ കൃത്യമായി നിയന്ത്രിക്കുന്നത് 8 ദിക്കുകളാണ്. ഇതിൽ ഏറ്റവും ശക്തവും അത്ര തന്നെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുമായ ഒരു ദിക്കാണ് തെക്ക് ദിശ. പലർക്കും തെക്ക് ദിക്കിനെക്കുറിച്ച് വലിയ ഭയമാണ്. യമധർമ്മന്റെ ദിക്കായതുകൊണ്ട് അവിടെ എന്തു ചെയ്താലും ദോഷം വരുമോ എന്ന ചിന്ത പൊതുവെയുണ്ട്. എന്നാൽ വാസ്തു പറയുന്നത് അതല്ല. തെക്ക് ദിക്ക് എന്നത് യമന്റെ മാത്രമല്ല, അത് ധനത്തിന്റെയും കീർത്തിയുടെയും അധികാരത്തിന്റെയും സ്ഥിരതയുടെയും കൂടി ദിക്കാണ്. അതുകൊണ്ടുതന്നെ ഈ ദിശയിൽ നമ്മൾ വരുത്തുന്ന ചെറിയൊരു അശ്രദ്ധ പോലും വലിയൊരു കൊടുങ്കാറ്റായി നമ്മുടെ ജീവിതത്തെ തകർക്കാൻ പ്രാപ്തിയുള്ളതാണ്. നമുക്ക് ആദ്യത്തെ വില്ലലിലേക്ക് കടക്കാം. അത് നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ സർവ്വസാധാരണമായി കാണുന്ന ഒന്നാണ്: കണ്ണാടി അഥവാ ദർപ്പണം. ഭിത്തികൾ അലങ്കരിക്കാനും ഭംഗി കൂട്ടാനും വേണ്ടി ഇന്ന് പലരും ലിവിംഗ് റൂമിലെ തെക്കേ ഭിത്തിയിൽ വലിയ കണ്ണാടികൾ തൂക്കാറുണ്ട്. എന്നാൽ വാസ്തുശാസ്ത്രം പഠിച്ച ഒരാളോട് ചോദിച്ചാൽ അവർ പറയും, ഇത് നിങ്ങൾ സ്വന്തം കൈകൊണ്ട് നിങ്ങളുടെ ഭാഗ്യത്തെ തല്ലിക്കെടുത്തുന്നതിന് തുല്യമാണെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നറിയാമോ? പ്രപഞ്ചത്തിലെ ഏറ്റവും പോസിറ്റീവായ ഊർജവും ഐശ്വര്യവും കടന്നുവരുന്നത് വടക്ക് കിഴക്ക് ദിശകളിൽ നിന്നാണ്. ഈ വടക്കുദിശയിൽ നിന്ന് ഒഴുകിവരുന്ന പോസിറ്റീവ് എനർജിയെയും ധനലക്ഷ്മിയുടെ കടാക്ഷത്തെയും തെക്കുഭാഗത്ത് വെച്ചിരിക്കുന്ന കണ്ണാടി അതിന്റെ പ്രതലത്തിൽ തട്ടിച്ച് നേരെ തിരിച്ച് പുറത്തേക്ക് തന്നെ പ്രതിഫലിപ്പിച്ചു കളയും. ഒരു കാന്തിക വലയം പോലെ വീട്ടിൽ നിൽക്കേണ്ട പോസിറ്റിവിറ്റിയെ ഈ കണ്ണാടി പുറന്തള്ളുമ്പോൾ ആ വീട്ടിൽ പിന്നെ നെഗറ്റീവ് ഊർജം നിറയാൻ തുടങ്ങും. ഇതിന്റെ ഫലമായി വീട്ടിലെപ്പോഴും അനാവശ്യമായ തർക്കങ്ങളുണ്ടാകും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലോ മക്കളും മാതാപിതാക്കളും തമ്മിലോ ഒരു കാരണവുമില്ലാതെ വഴക്കിടുക, പരസ്പരം കണ്ടാൽ അസഹിഷ്ണുത തോന്നുക, വീട്ടിൽ ഒരു സമാധാനവുമില്ലാത്ത അവസ്ഥ വരിക, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ തെക്കേ ഭിത്തിയിൽ ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ അത് എത്ര വില കൂടിയതാണെങ്കിലും ഭംഗിയുള്ളതാണെങ്കിലും ഇന്ന് തന്നെ അവിടെ നിന്ന് മാറ്റാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, അത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും അത്ഭുതം തോന്നാം. കാരണം അത് നമ്മുടെ പൂജാമുറിയാണ്. വീടിന്റെ തെക്കുഭാഗത്ത് പൂജാമുറിയോ ദൈവങ്ങളുടെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ വെക്കുന്നത് അങ്ങേയറ്റം ദോഷകരമാണ് എന്നാണ് വാസ്തു വ്യക്തമാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തെക്ക് ദിശ എന്നത് യമധർമ്മന്റെയും നമ്മുടെ പിതൃക്കളുടെയും സ്ഥാനമാണ്. ഈ ഭാഗത്ത് ദൈവവിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് ദൈവങ്ങളെ നിന്ദിക്കുന്നതിന് തുല്യമായാണ് കണക്കാക്കപ്പെടുന്നത്. അത് പ്രപഞ്ച നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ ഒരൊറ്റ തെറ്റുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ ഭക്തിയോടെ പ്രാർത്ഥിച്ചാലും എത്ര വലിയ വഴിപാടുകൾ കഴിച്ചാലും അതിനൊന്നും വിചാരിച്ച ഫലം കിട്ടാതെ വരും. ഈശ്വരാധീനം കുറയുകയും വീടിനുള്ളിൽ എപ്പോഴും ഒരു അസ്വസ്ഥത പുകഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. പൂജാമുറി സ്ഥാപിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനം വീടിന്റെ വടക്ക് കിഴക്കേ മൂലയായ ഈശാനകോണാണ്. ദൈവീക ചൈതന്യം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഭാഗമാണത്. അഥവാ അവിടെ സാധിച്ചില്ലെങ്കിൽ കിഴക്കോ വടക്കോ നോക്കി പ്രാർത്ഥിക്കത്തക്ക രീതിയിൽ പൂജാമുറി ക്രമീകരിക്കണം. തെക്കുഭാഗത്ത് പ്രാർത്ഥനാമുറി വരുന്നതുവഴി ജീവിതത്തിൽ വലിയ ഉയർച്ചകൾക്ക് തടസ്സം നേരിടുകയും കയ്യിൽ വരുന്ന നല്ല നല്ല അവസരങ്ങൾ അവസാന നിമിഷം കൈവിട്ടുപോവുകയും ചെയ്യും. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുക്കളയാണ്. വീടിന്റെ ഹൃദയമാണ് അടുക്കള. നമ്മുടെ ആരോഗ്യവും ആയുസ്സും നിശ്ചയിക്കുന്നത് അവിടെ പാകം ചെയ്യുന്ന ഭക്ഷണമാണ്. വാസ്തുപ്രകാരം അടുക്കളയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം തെക്കുകിഴക്കേ മൂലയായ അഗ്നികോണാണ്. എന്നാൽ അഗ്നികോണിലല്ലാതെ പൂർണ്ണമായും തെക്കുഭാഗത്തിന്റെ മധ്യത്തിലായി അടുക്കള വരുന്നത് അത്ര നല്ലതല്ല. ഇത് ആ വീട്ടിലെ സ്ത്രീകളുടെ ആരോഗ്യത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ വീട്ടിലെ സ്ത്രീകൾക്ക് വിട്ടുമാറാത്ത രോഗങ്ങൾ വരിക, മാനസികമായ വിഷാദവും സമ്മർദ്ദവും അനുഭവപ്പെടുക എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിരന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങളും സാമ്പത്തിക ചോർച്ചയും ഉണ്ടാകാൻ ഇത് കാരണമാകും. അഥവാ നിങ്ങളുടെ വീടിന്റെ ഘടന കാരണം അടുക്കള തെക്കുഭാഗത്തായി പോയിട്ടുണ്ടെങ്കിൽ വലിയ ആകുലതകളുടെ ആവശ്യമില്ല. ഇതിന് ലളിതമായ ചില വാസ്തു പ്രതിവിധികളുണ്ട്. ഒരു വാസ്തുവിദഗ്ധന്റെ സഹായത്തോടെ
അടുപ്പിന്റെ സ്ഥാനം മാറ്റുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി കുറയ്ക്കാനുള്ള മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്താൽ ആ ദോഷം ഒരു പരിധിവരെ മാറ്റിയെടുക്കാനും വീട്ടിൽ സർവൈശ്വര്യം കൊണ്ടുവരാനും സാധിക്കും. നാലാമത്തെ കാര്യം വളരെ ഗൗരവമുള്ള ഒന്നാണ്. അത് ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്റൂമാണ്. തെക്ക് ദിശ എന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശസ്തി, അംഗീകാരം, പുതിയ തൊഴിലവസരങ്ങൾ എന്നിവ നൽകുന്ന സ്ഥാനമാണ്. ഈ ഭാഗത്ത് ഒരു ടോയ്ലറ്റ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ആ വരുന്ന ഭാഗ്യങ്ങളെയും അവസരങ്ങളെയും നമ്മൾ ഫ്ലഷ് ചെയ്ത് കളയുന്നതിന് തുല്യമാണ്. ജോലിസ്ഥലത്ത് നിങ്ങൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ മറ്റാരെങ്കിലും കൊണ്ടുപോകുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയ തകർച്ചകൾ നേരിടുന്നുണ്ടോ? സമൂഹത്തിൽ അകാരണമായി ചീത്തപ്പേരുകൾ കേൾക്കേണ്ടി വരുന്നുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റ് ഇതിനൊരു കാരണമായിരിക്കാം. ഇത് സാമ്പത്തിക അടിത്തറയെ പൂർണ്ണമായും തകർത്തുകളയും. കടബാധ്യതകൾ ഏറിവരാനും വരുമാനം പാടെ നിലയ്ക്കാനും ഇതിടയാക്കും. അതുകൊണ്ട് തെക്കുഭാഗത്ത് ടോയ്ലറ്റ് വരുന്നത് പരമാവധി ഒഴിവാക്കണം. അഞ്ചാമത്തെ കാര്യം നമ്മൾ പലരും ദിവസേന ചെയ്യുന്ന ഒരു വലിയ അശ്രദ്ധയാണ്. പഴയ സാധനങ്ങൾ, ഉപയോഗശൂന്യമായ വസ്തുക്കൾ, പൊട്ടിയ കസേരകൾ, കീറിയ ചെരുപ്പുകൾ, വീട്ടുമലിന്യങ്ങൾ എന്നിവ തെക്കുഭാഗത്ത് കൊണ്ടുപോയി ഇടുന്ന ശീലം. വീടിന്റെ തെക്കുഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരിടമാണ്. ഈ ഭാഗത്ത് മാലിന്യങ്ങളും ആക്രിസാധനങ്ങളും കൂട്ടിയിടുമ്പോൾ അവിടെ രാഹുവിന്റെയും ശനിയുടെയും ദോഷഫലങ്ങൾ കൂടുകയും അതിശക്തമായ നെഗറ്റീവ് എനർജി രൂപപ്പെടുകയും ചെയ്യും. ഇത് നിങ്ങളുടെ പുരോഗതിയെ പാടെ തടസ്സപ്പെടുത്തും. നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടാലും അതിലൊരു തടസ്സം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് അനുഭവപ്പെടാൻ ഇത് കാരണമാകും. വിവാഹം നടക്കാതിരിക്കുക, വീടുപണി പാതിവഴിയിൽ നിലയ്ക്കുക, കുട്ടികളുടെ പഠിത്തം മോശമാവുക എന്നിവയെല്ലാം ഇതിന്റെ പരോക്ഷമായ ഫലങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ വീടിന്റെ തെക്കുഭാഗം ഒന്ന് പോയി നോക്കൂ. അവിടെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തൂത്തുവാരി വൃത്തിയാക്കുക. ആ ഭാഗം എപ്പോഴും വെടിപ്പായി സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഭാഗ്യങ്ങളെ ആകർഷിക്കും. ഇത്രയും കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ടാകാം, അപ്പോൾ പിന്നെ തെക്കുഭാഗത്ത് എന്താണ് വെക്കേണ്ടത് എന്ന്. വാസ്തുശാസ്ത്രപ്രകാരം തെക്ക് ദിശ എപ്പോഴും ഭാരമുള്ളതായിരിക്കണം. വടക്ക് ദിശ നേർമയുള്ളതും ഭാരം കുറഞ്ഞതുമായിരിക്കുമ്പോൾ തെക്ക് ദിശ ഭാരമുള്ളതാക്കി വെച്ചാൽ പ്രപഞ്ച ഊർജത്തിന്റെ സമതുലിതാവസ്ഥ നിലനിൽക്കും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ വലിയ ഇരുമ്പ് അലമാരകൾ, കനത്ത മര ഉരുപ്പടികൾ, വലിയ ഫർണിച്ചറുകൾ, കട്ടിലുകൾ എന്നിവയൊക്കെ തെക്കേ ഭിത്തിയോട് ചേർത്തുവെക്കുന്നത് വളരെ ഉത്തമമാണ്. ഇത് കുടുംബത്തിനൊരു വലിയ സുരക്ഷിതത്വവും സാമ്പത്തിക സ്ഥിരതയും നൽകും. അതുപോലെ ഈ ഭാഗത്തെ ഭിത്തികൾക്ക് ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ ചൂടുള്ള നിറങ്ങൾ നൽകുന്നതും പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രതിസന്ധികളും മാറാൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നില്ല. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ വരുത്തുന്ന ഇത്തരം ചെറിയ ചെറിയ മാറ്റങ്ങൾ മതിയാകും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ. ഈ കേട്ട കാര്യങ്ങൾ ഓർത്ത് ആരും ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. നിങ്ങളുടെ വീട്ടിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഭ്രാന്തരാകാതെ സാധ്യമായ മാറ്റങ്ങൾ സാവധാനം വരുത്തുക. ആവശ്യമെങ്കിൽ ഒരു നല്ല വാസ്തുശാസ്ത്രജ്ഞന്റെ ഉപദേശം തേടാവുന്നതുമാണ്. നമ്മുടെ വീട് പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ ചിന്തകളും പോസിറ്റീവ് ആകും. അതുവഴി ജീവിതത്തിൽ വലിയ ഉയർച്ചകളും വന്നുചേരും. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീടിന്റെ തെക്കുഭാഗത്ത് ഇപ്പോൾ എന്താണുള്ളത് എന്ന് താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്.